ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ദുഃഖ ശനിയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് ദുഃഖശനി, നാളെ ഈസ്റ്ററാണ്. ഈശോയുടെ മരണത്തിനും ഉയിർപ്പിനും ഇടയിലുള്ള ദിവസം, ഈശോ സംസ്കരിക്കപ്പെട്ട ദിവസം. അതും ഓർക്കണം, അരിമത്യാക്കാരൻ ജോസഫിൻ്റെ ഇതുവരെ ആരും ഉപയോഗിക്കാത്ത ഒരു പുത്തൻ കല്ലറയിൽ ഈശോ അടക്കം ചെയ്യപ്പെട്ട ദിവസം. ഈശോ ഇന്ന് ഭൂമിക്ക് അടിയിലാണ്. ഇന്നും ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ്റെയും ധ്യാനത്തിൻ്റെയും നിശബ്ദതയുടെയും ഒക്കെ ദിവസമായിരിക്കണം. കാരണം എന്നോട് കൂടെ കർത്താവില്ല. വേറൊരു രീതിയിൽ ചിന്തിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ കൂടെ കർത്താവുണ്ട്, അതല്ല, ഈ ദുഃഖശനിയിലേക്ക് നമ്മൾ വരണം. കർത്താവ് അടക്കം ചെയ്യപ്പെട്ട ദിവസം. ഇന്ന് ബഹളത്തിൻ്റെ ദിവസമേ അല്ല, നിശബ്ദതയുടെ ദിവസമായിരിക്കണം, ശാന്തതയുടെ ദിവസമായിരിക്കണം, മെഡിറ്റേഷൻ്റെ ദിവസമായിരിക്കണം. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ശവസംസ്കാരത്തെ ഓർക്കുകയും ഞാനും നിങ്ങളും പാതാളത്തിലായിരിക്കുന്ന ഒരു ദിവസത്തെ, അവിടെ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസത്തെയൊക്കെ ധ്യാനിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. പക്ഷെ നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നാളെ ഈസ്റ്റർ ആണെന്നും ആഘോഷത്തിൻ്റെ ദിവസമാണെന്നും ഒക്കെ നമ്മളങ്ങ് കരുതുന്നു. തീർച്ചയായിട്ടും അത് ഈസ്റ്റർ ആഘോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ബഹളത്തിലാവുകയാണ്. നാളേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷന് വേണ്ടി ഞാനും നിങ്ങളും ബഹളത്തിലേക്ക് പോകുന്നു. മാംസം വാങ്ങിക്കാൻ ചന്തയിലേക്ക് പോകുന്നു. അതിനുള്ള തിക്കും തിരക്കിലുമാണ്. ദുഃഖശനി നമുക്കെന്നും ഒരു അനുഭവമാകുന്നില്ല. ശരിക്കും നമുക്ക് ദുഃഖശനി ഒരു അനുഭവമാക്കി മാറ്റാം. ദുഃഖ വെള്ളിയാഴ്ച അനുഭവമായിരുന്നോ എന്നും കൂടി ചിന്തിക്കണം. ദുഃഖ വെള്ളിയാഴ്ച ശരിക്കും പറഞ്ഞാൽ രാവിലെ നടത്തുന്ന തിരുക്കർമ്മങ്ങളിൽ ഭക്തി നിർഭരമായി പങ്കെടുത്ത് ആ ദിവസം മുഴുവൻ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും വീടുകളിൽ, ആശ്രമങ്ങളിൽ, ദേവാലയങ്ങളിൽ കഴിയേണ്ട ഞാനും നിങ്ങളും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? തിക്കിലും തിരക്കിലുമാണ്. രാവിലെ കുറച്ച് സമയം കുറച്ച് പേര് പള്ളിയിൽ തിരുക്കർമ്മങ്ങളിൽ പോകുന്നു, ഉച്ച കഴിഞ്ഞ് കുറച്ച് പേര് പോകുന്നു, മഴ, അങ്ങോട്ട് നമ്മൾ ഭക്തിപൂർവ്വം പോകുന്നു, ഇങ്ങോട്ട് ബസ്സിൽ കയറി വരുന്നു, കുട ചൂടി പോകുന്നു, ഓടുന്നു. ബഹളങ്ങളുടെ നടുവിൽ ദുഃഖവെള്ളി അങ്ങ് കടന്നുപോയി. ബഹളങ്ങളുടെ നടുവിൽ ദുഃഖശനി കടന്നു പോകും. ബഹളങ്ങളിലും ആഘോഷങ്ങളിലും ഈസ്റ്ററും പോകും. അതായത് ഈ ദിവസങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിച്ചു പോകുന്ന നോയമ്പിൻ്റെ മുഴുവൻ ചൈതന്യവും ഒരു പരിധി വരെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. ഞാൻ ആരെയും വിമർശിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല, എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്നെ ഒന്ന് തിരുത്താൻ പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് ദുഃഖശനി എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ്റെ ദിവസമായിരിക്കട്ടെ, നിശബ്ദതയുടെ ദിവസമായിരിക്കട്ടെ. ഈസ്റ്റർ വലിയ ആത്മീയ അനുഭവത്തിൻ്റെ ദിവസമാകണം. അതിന് മാംസമില്ലെങ്കിലും നമുക്ക് ആഘോഷിക്കാൻ പറ്റും. അതുകൊണ്ട് മാംസമില്ലാത്ത ഒരു ഈസ്റ്ററിനെ കുറിച്ച് കൂടി ചിന്തിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. അതായത് മാംസമില്ലാതെ നമുക്ക് ഈസ്റ്റർ ആഘോഷിക്കണം. അതിനുള്ള വിഭവങ്ങൾ കൃത്യമായിട്ട് നാളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്കൊന്ന് മാംസമില്ലാതെ നമുക്കിന്ന് ഈസ്റ്റർ ആഘോഷിക്കാം. നോയമ്പ് നമുക്കങ്ങ് തുടരാം. കാരണം ഈ ലോകത്ത് നമുക്ക് കുറേ കൂടി കൃത്യതയിൽ, നന്മയിൽ, സ്നേഹത്തിലൊക്കെ ജീവിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ത്യാഗപൂർണമായ ഒരു രീതി നമ്മൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുഃഖശനി നിശബ്ദതയുടെ ദിവസമായിരിക്കട്ടെ, മെഡിറ്റേഷൻ ദിവസമായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈസ്റ്റർ, മാംസമില്ലാത്ത ഒരു ഈസ്റ്റർ നമുക്കൊന്ന് ആഘോഷിക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ വിഭവവും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. വൈകുന്നേരം നമ്മൾ ഒരല്പം ലൈറ്റായിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുന്നു. അതിനെക്കുറിച്ചും നാളെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. മാംസമില്ലാത്ത ഒരു മൃഗത്തെയും കൊന്നു തിന്നാത്ത ഒരു ഈസ്റ്റർ ദിനം ആഘോഷിക്കാൻ നമുക്ക് തയ്യാറായിട്ട് നിൽക്കാം. എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമില്ല. കാരണം മാംസം കഴിക്കാൻ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മൾ എന്തൊക്കെ നോയമ്പെടുത്തോ അത് മുഴുവൻ തകർക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ചിലർ കാപ്പിക്ക് നോയമ്പെടുത്തവരുണ്ട്, പാലിന് നോയമ്പെടുത്തവരുണ്ട്. അങ്ങനെ ഇത് കഴിയുമ്പം വേണം അത് ഡബിളായിട്ട് കഴിക്കാൻ, കുടിക്കാൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. എവിടെയാണ്, എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് മാറി ചിന്തിക്കാൻ. നമുക്ക് ഈ ദിവസം മാംസമില്ലാത്ത ഒരു ഈസ്റ്ററിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.